എല്ലാവർക്കും ഡ്യൂഡീസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ 1-2 ദിവസമായി നമ്മൾ കണ്ടിട്ട് ചെറിയ വയ്യായ്മകളൊക്കെ ആയതുകൊണ്ടാണ് വീഡിയോസ് ചെയ്യാത്തത്. ഇന്ന് ഞാൻ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് KFC സ്റ്റൈൽ ചിക്കൻ പോപ്കോൺ ആണ്. ലുക്കിലല്ല കേട്ടോ കാര്യം, ടേസ്റ്റിലാണ് കാര്യം. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള KFC ചിക്കൻ പോപ്കോൺ ആണ്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കൂടെ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്കിനി എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. ഇതിലേക്ക് ആവശ്യമുള്ളത് ഇറച്ചി പീസ് കുഞ്ഞായിട്ട് മുറിച്ചെടുത്തത്, ഞാനിപ്പോൾ ബോൺലെസ് ആണ് എടുത്തിട്ടുള്ളത്. വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയത്, മുളക് പൊടി, ഉപ്പുപൊടി, ഒരു മുട്ട, 4 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 1/2 കപ്പ് പാല്, 1/2 കപ്പ് മൈദ, കുറച്ച് വിനീഗർ. ആദ്യം തന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ചിക്കൻ്റെ പീസ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് 1/4 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ വെളുത്തുള്ളിയുടെ പൗഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതിയാകും. ഇനി ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ പാലും കൂടെ ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഒരു മണിക്കൂർ നമുക്കിത് സെറ്റ് ആവാനായിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കാം. അപ്പോൾ ഞാനിതിലൊരു പ്ലാസ്റ്റിക് കവർ വെച്ച് റാപ്പ് ചെയ്തിട്ടാണ് വെക്കുന്നത്. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മൈദ മാവിലേക്ക് നമുക്ക് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ സെറ്റ് ആവാനായിട്ട് വെച്ച് ചിക്കൻ്റെ പീസ് എടുക്കാം. ഇതിലേക്ക് നമുക്കൊരു മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവിലേക്കൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. നല്ലതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കണം. നമ്മൾ ഈ പീസൊക്കെ എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ നമ്മൾ മുട്ടയൊക്കെ ഒഴിച്ച് വെച്ചിട്ടുള്ളതിൻ്റെ കുറച്ച് ഗ്രേവി ആയിട്ടുള്ളത് കാണും. നമുക്ക് രണ്ടാമത് ഒന്നും കൂടി ഇത് ഡിപ്പ് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് കളയണ്ട, മാറ്റി വെച്ചേക്കാം. അപ്പം ഞാൻ ഇപ്പോൾ ഫസ്റ്റ് ലെയർ ഇതിങ്ങനെ ഒന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി രണ്ടാമത് നമുക്കൊന്നും കൂടെ ആ ഗ്രേവിയിലേക്ക് വന്നിട്ട് ഡിപ്പ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഒന്നും കൂടി മാവിലേക്ക് വെച്ചൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. അങ്ങനെ ഞാൻ ഇപ്പോൾ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച ശേഷം എണ്ണ ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് അതിലേക്കിട്ട് ഒന്ന് വറുത്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം വറുത്തെടുക്കാനായിട്ട്. ഇതിൻ്റെ പുറമൊക്കെ പെട്ടെന്ന് റെഡിയായി വരുന്നതാണ്. അപ്പോൾ 2 സൈഡും ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതിപ്പോൾ ഒരു ബ്രൗൺ കളർ ആയിട്ടുണ്ട്. നമുക്ക് ഇനി മാറ്റി വെക്കാം. അങ്ങനെ നമ്മുടെ KFC സ്റ്റൈൽ ചിക്കൻ പോപ്കോൺ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിരുന്നു കഴിക്കാനായിട്ട്. ഞാൻ അധികമൊന്നും KFCയിൽ പോകാറില്ല. പോകുമ്പോൾ കഴിക്കുന്നത് ചിക്കൻ പോപ്കോൺ ആണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അതിൻ്റെ സെയിം ടേസ്റ്റ് ആയിട്ട് തന്നെ ഇത് തോന്നി. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കണ്ട. കൂടെ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ.